മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി മെയ് 8 കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഹാബേമോസ് പാപ്പാം, നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. അമേരിക്കക്കാരനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ആണ് പുതിയ പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മെയ് 8 ഇറ്റലിയിലെ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിൽ നിന്ന് ലോകത്തോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് കർദിനാൾ തിരുസംഘത്തിന്റെ പ്രോട്ടോ ഡീക്കൻ കർദിനാൾ ഡൊമിനിക് മമ്പേർത്തിയാണ്. വിശുദ്ധ പത്രോസിന്റെ 267 പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാപ്പ ലിയോ 14 എന്ന പേരാണ് തന്റെ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരിക്കുന്നത്. മെയ് 7 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിന് ശേഷം ആരംഭിച്ച കോൺക്ലേവിൽ 133 കർദിനാൾമാരാണ് പങ്കെടുത്തത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസിലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഈ കോൺക്ലേവിലും പങ്കെടുത്തു. അത്യഭിമന്യ ബാവ തിരുമേനി പങ്കെടുക്കുന്ന രണ്ടാമത്തെ കോൺക്ലേവാണിത്. തെക്കേ അമേരിക്കയിൽ നിന്നും ആഗോള കത്തോലിക്ക സഭയുടെ അമരത്തെത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. അമേരിക്കയിലെ ചിക്കാഗോയിൽ ജനിച്ച് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹ അംഗമായി തുടർന്ന് പെറുവിലെ മെത്രാനായും 2023 കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ പ്രിയോർ ജനറാളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജനറാളായി സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിൽ ഭാരതത്തിലെ വിവിധ അഗസ്റ്റീനിയൻ സന്യാസാശ്രമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. കർദിനാൾ സ്ഥാനാരോഹണത്തിന് ശേഷം മെത്രാന്മാർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്റിയുടെ പ്രീഫെക്റ്റായും ലാറ്റിൻ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ലോകത്തെയും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വിശ്വാസ സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ധിതനായി ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ആദ്യം ആശംസിച്ചത്. ഈ സമാധാനം ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും വ്യാപിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നന്ദി പറയുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ അഭിസംബോധന അവസാനിച്ചത്. മലങ്കര കാതലിക് ടിവിക്ക് വേണ്ടി വത്തിക്കാനിൽ നിന്നും ഫാദർ ഡൊമിനിക് മുഴിക്കര OIC. La pace sia con tutti voi. Fratelli, sorelle carissimi, questo è il primo saluto del Cristo risorto, il buon pastore che ha dato la vita per il gregge di Dio. Anch'io vorrei che questo saluto di pace entrasse nel vostro cuore, raggiungesse le vostre famiglie, a tutte le persone, ovunque siano, a tutti i popoli, a tutta la terra. La pace sia con voi. ദ്വിവത്സര ഓൺലൈൻ ദൈവശാസ്ത്ര ഡിപ്ലോമ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷനുമായി ചേർന്ന് സെയിന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി നടത്തിവരുന്ന ദ്വിവത്സര ഓൺലൈൻ ദൈവശാസ്ത്ര ഡിപ്ലോമ കോഴ്സിന്റെ 2025-27 വർഷത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചു. ബൈബിൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും വിശ്വാസപരമായ വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടുവാനും ആരാധനാക്രമത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ആരാധനയിൽ സജീവമായി പങ്കുകൊള്ളാനും അൽമായരെയും സന്യസ്തരെയും പ്രാപ്തരാക്കുന്നതും നമ്മുടെ ഇടവകകളിലെ മതബോധന അധ്യാപകർക്ക് പ്രായോഗികമായും സൈദ്ധാന്തികവുമായ പരിശീലനം നൽകുന്നതിനും ഈ കോഴ്സ് സഹായകരമാകുന്നു. ദ്വിവത്സര ദൈവശാസ്ത്ര ഡിപ്ലോമ കോഴ്സിന്റെ 8ാം ബാച്ചിന്റെ ക്ലാസുകൾ 2025 ജൂലൈ 21 ആരംഭിക്കുന്നു. 4 സെമസ്റ്ററുകളായിട്ടാണ് ഈ കോഴ്സ് നടത്തപ്പെടുക. 200 ക്ലാസുകളായും 50 മണിക്കൂറുകൾ സെമിനാറുകൾ, വിശ്വാസ സംബന്ധമായ ചോദ്യോത്തര സെഷനുകൾ എന്നിവയായും നൽകപ്പെടുന്നു.
ആഴ്ചയിൽ 2 ദിവസം തിങ്കൾ ബുധൻ വൈകുന്നേരം 6:45 മുതൽ 8:45 വരെയാണ് ക്ലാസുകൾ ക്രമീകരിക്കപ്പെടുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൂമിലൂടെയാണ് ക്ലാസുകൾ നടത്തപ്പെടുന്നത്. പ്രധാനമായും വിശുദ്ധ ബൈബിൾ, സഭയുടെ വിശ്വാസസത്യ ദൈവശാസ്ത്രം, കാനൻ നിയമം, ആരാധനക്രമം, സഭാചരിത്രം, കൂദാശകൾ, ധാർമ്മിക ദൈവശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കോഴ്സിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരായ മെത്രാന്മാരും പ്രഗത്ഭരായ വൈദികരും ഇതര കത്തോലിക്ക സഭകളിലെ ദൈവശാസ്ത്ര പണ്ഡിതരുമാണ് ക്ലാസുകൾ നയിക്കുന്നത്. വിശദവിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഇമെയിൽ ഐഡിയിലോ ബന്ധപ്പെടാവുന്നതാണ്. ലഹരിക്കെതിരെ വനിതകൾ. പാറശാല ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ക്ഷേമയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടംഗങ്ങളായ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് 5-ന് ലഹരിക്കെതിരെ ബൈക്ക് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ക്ഷേമ ഡയറക്ടർ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായിരുന്ന പരിപാടി പാറശാല ഭദ്രാസന വികാരി ജനറൽ ഫാദർ ജോസ് കോണത്തുവിള ഉദ്ഘാടനം ചെയ്തു. പാറശാല ബിഷപ്പ് ഹൗസിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി നെയ്യാറ്റിങ്കര വഴി കൊടങ്ങാവിളയിൽ സമാപിച്ചു. ചെറുവാരക്കോണം ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് ശ്രീമതി പ്രവിത ബെൻസിഗർ, ശ്രീമതി സാലി, ശ്രീ ജോയ് ഫ്രാൻസിസ്, ശ്രീ ധർമ്മരാജ് പിൻകുളം, ശ്രീ സനൽ എന്നിവർ നേതൃത്വം നൽകി. അവാർഡ് കരസ്ഥമാക്കി. മതബോധന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്നവർക്ക് KCBC ഏർപ്പെടുത്തിയ ഫാദർ മാത്യു നടക്കൽ സ്മാരക അവാർഡിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ഡോക്ടർ ജെയിംസ് ടി ജോസഫ് തെക്കേച്ചെരുവിൽ അർഹനായി. തിരുവനന്തപുരം മേജർ ഭദ്രാസനത്തിലെ നാലാഞ്ചിറ സെന്റ് തോമസ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായി പ്രവർത്തിച്ചു വരികയാണ് അവാർഡിന് അർഹനായത്. മാറിവാനിയോസ് കോളേജ് മുൻ പ്രൊഫസർ, സർവോദയ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ സഭാ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.